കൊച്ചി താന്തോണി തുരുത്ത് നിവാസികളുടെ സമരം ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക്. പ്രായമായവരും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരും ജിഡ ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരത്തിലാണ്. ഔട്ട് ബണ്ട് നിർമ്മാണം തുടങ്ങാതെ പിരിഞ്ഞു പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് താന്തോണി തുരുത്ത് നിവാസികൾ. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി. സഹിൻ, വലിയ കഷ്ടം തോന്നുന്ന സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ 3 ദിവസമായിട്ടും ഈ അധികൃതർ ഇതിനോടിങ്ങനെ മുഖം തിരിക്കുന്നത്? ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സങ്കടം ഉളവാക്കുന്ന ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ 3 ദിവസമായി സാധാരണക്കാരായ ഈ മനുഷ്യർ അവരുടെ ഒരു നീതിക്ക് വേണ്ടി അവർ ഇത്തരത്തിൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും സമരം നമ്മൾ കാണുന്നത് പോലെ മുന്നോട്ട് പോവുകയാണ്. ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ഒരു വലിയ സമൂഹം അവർക്ക് കിട്ടേണ്ട ഒരു നീതിയെക്കുറിച്ച് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമരം ഇപ്പോൾ ശക്തമാകാനുള്ള ഒരു കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവരുടെ വീടുകളിലേക്ക് വെള്ളം ഇരച്ച് കയറുകയാണ്. രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഈ വെള്ളം ഇങ്ങനെ കയറുമ്പോൾ അത് തടയുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പരാതി. ആ പരാതിയിൽ ഏറെക്കുറെ കഴമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. എന്തായാലും നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ CRZ അടക്കമുള്ള നിയമങ്ങളുടെ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഇതുവരെ ഒരു അധികാരികളും ഇവരോട് ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ സമരം ചെയ്യാൻ ഈ അമ്മമാരെല്ലാം, ഈ അമ്മയൊക്കെ എത്ര ദിവസമായി ഇങ്ങനെ വന്നിരിക്കുന്നതെന്നറിയോ? എത്ര വയസ്സുണ്ട്? 57. ഇന്നലെ ഇവിടെയാണ് കിടന്നത്? അതെ, ഇന്നലെ ഒന്നാം തുടങ്ങി ഇവിടെ കിടപ്പു. പോകാൻ പറ്റുന്നില്ല, അവിടെ വെള്ളം കയറിയിട്ട് ഞങ്ങൾക്ക് ഒരു നിർത്തിയില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ കിടപ്പു. എന്താണ്, ആരെങ്കിലും സംസാരിച്ചോ നിങ്ങളോട്? ആരും വന്നിട്ടേ ഇല്ല ഇങ്ങോട്ട്. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ ഇത്ര ദിവസം വന്നിട്ട് ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരാളും ഒന്നും സംസാരിക്കുന്നില്ല? ഇല്ല. ഇന്നലെ വെള്ളം കയറി വീട്ടിൽ? ഇന്നലെ വെള്ളം വീട്ടിൽ കയറി. എല്ലാ ദിവസവും പോയി തുടച്ചിടും? എല്ലാ ദിവസവും പോയി തുടച്ചിടും. പിറ്റേ ദിവസവും കയറും? ദിവസം 2 നേരവും കയറും. രാവിലെയും രാത്രിയും പകലും കയറ്റും വെള്ളം. ദിവസവും ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടേ ഇരിക്കണേന്. ഒരു നേരം ഒന്നുമില്ലല്ലോ, 2 നേരവും വെള്ളം കയറണേന്, ഉച്ചക്കും രാത്രിയും. മോനെ കുട്ടാപ്പി, പഠിക്കാൻ പോണ്ടേ? പഠിക്കാൻ പോകുന്നുണ്ടോ? സമരം ആയതുകൊണ്ട് പോകുന്നുണ്ടോ? സമരമായിട്ടും പോയിട്ട് വൈകുന്നേരം കേട് വരും. പരീക്ഷയാണ്? ഇവിടെ ഇരുന്നാണോ പഠിക്കണേ? കൊതുകടിയുണ്ടോ? കഷ്ടമാണ്. ഇതാണ് നമ്മളൊക്കെ സ്വാഭാവികമായും നമ്മളൊക്കെ ചെറുപ്പക്കാരാണ്. അതിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ രാത്രി ഇതേപോലുള്ള ഒരു സ്ഥലത്ത് മഞ്ഞും രാത്രിയുള്ള മഴയും എല്ലാം സഹിച്ച് ഇവിടെ വന്ന് കിടക്കേണ്ടി വരുന്നൊരവസ്ഥ. 58 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു, 72 വയസ്സുള്ള ഒരു അപ്പച്ചൻ. ആ അപ്പച്ചൻ ഇവിടെ വന്ന് കിടക്കുകയാണ്. 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. മാത്രമല്ല, ഈ കുട്ടി ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവന് പരീക്ഷയാണ്. ഇവിടെ വന്നിരുന്ന് പഠിക്കേണ്ട ഒരവസ്ഥ. അത് കൊതുകടിയും എല്ലാം കൊണ്ട്. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കൊതുകിൻ്റെ ശല്യം അസഹനീയമാണ്. കൊതുക് ശല്യം കൂടി നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ആ സമയത്ത് തന്നെയാണ് ഈ കാണുന്നത് പോലെ ഈ മനുഷ്യർക്കൊന്നും തന്നെ അവരുടെ ഒരു ദൈനംദിന കാര്യങ്ങൾ നടത്തുക എന്നുള്ളതിനൊക്കപ്പുറം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളുടെ വീടൊക്കെ ഇങ്ങനെ ദിവസവും അലങ്കോലമാകുക, വെള്ളം കയറുക, അത് തുടച്ചിടുക, വീണ്ടും വെള്ളം കയറുക, വീണ്ടും തുടക്കുക. ഇത് വെറുതെ വെള്ളം മാത്രമല്ല കയറുന്നത്. കയറുമ്പോൾ ആ കൂട്ടത്തിലേക്ക് ചെളി ഇടിച്ച് കയറും. ആ ചെളി തുടച്ച് കളയും. ഒരു മനുഷ്യൻ്റെ നടുപൊടിയും എന്ന് പറയുന്നത് അങ്ങനെയല്ല. മാത്രമല്ല, ഈ വീട്ടിലൊക്കെ കൂലിവേലക്കാരാണ് കൂടുതലും. ഇവരൊക്കെ എവിടെയെങ്കിലൊക്കെ വീടുകളിലൊക്കെ എന്തെങ്കിലും കൂലിവേലൊക്കെ പോയിട്ട് വേണം വീട്ടിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട്. ഒരു ഫ്രിഡ്ജാണെങ്കിലോ ഒരു TV ആണെങ്കിലോ അതുപോലെ മറ്റെന്തെങ്കിലും സാധനങ്ങളാണോ ഉണ്ടാക്കാനായിട്ട്. ഇതെല്ലാം ഈ വെള്ളം കയറി തകർന്നു പോകും. എങ്ങനെയുണ്ട്? ഇത് തന്നെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, വെള്ളം കയറലാണ്. എപ്പോഴും വെള്ളം കയറും, കോരിക്കളയും, തുടക്കും, പിന്നെയും കയറും. ദിവസവും ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം മാത്രമല്ല, ചെളി, പായൽ വരെയും കയറുന്നുണ്ട്. പെരക്കകത്ത് പാമ്പ്, എല്ലാ സാധനവും കയറുന്നുണ്ട്. തുടക്കൽ തന്നെ. കോരിക്കളയും, തുടക്കും, പിന്നെയും കയറി വരും. ഇത് ഒരു വലിയ കഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം ഈ എറണാകുളം നഗരത്തിന് നടുവിലാണ് ഈ പറയുന്ന ഈ താന്തോണി തുരുത്തുള്ളത്. തൊട്ടടുത്തായി കാണുന്ന ഇത് നമ്മുടെ സർക്കാർ തന്നെ കൊടുത്ത സ്ഥലമാണ്. നമ്മൾ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാണൂ, ആ തൊട്ടടുത്ത് കാണുന്ന കെട്ടിട സമുച്ചയങ്ങൾ ഇവിടെ തൊട്ടടുത്താണുള്ളത്.
അവർക്ക് ഈ പറയുന്ന തടസ്സങ്ങളൊന്നും ഒരു കാര്യത്തിനുമില്ല. പക്ഷേ ഈ സാധാരണക്കാരായ മനുഷ്യരുടെ കാര്യം വരുമ്പോൾ എല്ലാത്തിനും തടസ്സങ്ങളാണ്. അവർ വലിയ ആവശ്യമൊന്നുമില്ല. ഈ വെള്ളം കയറാതിരിക്കുന്നതിന് ഒരു ഔട്ടർ ബണ്ട് നിർമ്മിക്കണമെന്നുള്ളത് മാത്രമാണ് ഇവരുടെ ആവശ്യം. ഈ ആവശ്യം കാലങ്ങളായി ഈ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഇതിലെവിടെയാണ് ഈ തടസ്സം വരുന്നത്? ഇവരിപ്പോൾ ആകെ പറയുന്നത് സാറേ, ഈ CRZ ഒരു നിയമം മാത്രമാണ് ഇവർ പറയണത്. ഞങ്ങൾ CRZ നിയമത്തിനനുസരിച്ചിട്ടുള്ള കെട്ടിടങ്ങളൊന്നും കെട്ടാനായിട്ടല്ല, അവിടെ ആ കരയിലേക്ക് വെള്ളം കയറാതിരിക്കാനുള്ള ഒരു ഔട്ടർ ബണ്ട് നിർമ്മിക്കാനും മാത്രമേ പറഞ്ഞുള്ളൂ. അതിന് ക്യാഷ് പാസ്സായിട്ടുള്ളതാണ്, കോൺട്രാക്ട് വരെ ആയതുമാണ്. ഞങ്ങൾ കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ കോൺട്രാക്ട് വരെ ഞങ്ങളുടെ കൂടെ ഇരിക്കണേ, കോൺട്രാക്ട് എടുത്ത കോൺട്രാക്ടർ വരെ കൂടെ ഇരിക്കണേണ്. എന്നിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞ് പാസ്സായ സാധനം പറയണത് CRZ പേര് പറഞ്ഞ് അതിന് നൂലാമലകൾ വേറെ ഉണ്ടെന്നാണ് പറയണത്. ഒരു ന്യായമല്ലാത്ത കാര്യമാണ്. അതല്ലാണ്ട് ഞങ്ങളവിടെ CRZ നിയമം പറഞ്ഞ് ഇവർ കെട്ടിടങ്ങൾക്കാണ് ഉദ്ദേശിക്കണമെന്ന് പറയുന്നുണ്ട്. ഞങ്ങളവിടെ കെട്ടിടം വെക്കണ്ട. കെട്ടിടം ആര് വെക്കണം? അവിടെ പഴയ വീടുകളാണ് ഉള്ളത്. ആ ഉള്ള വീടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയണത് ആ സംരക്ഷണ ഭിത്തിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിലേക്ക് വെള്ളം കയറരുത്. ആ കരയിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ നിത്യവും ഈ ഏലിയേറ്റവും കയറി ഇറങ്ങി ചെള്ളയും അതും ഇതും കണ്ട് അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല. അവിടെ ഒരു ദിവസം കയറി ആ ചെള്ള കോരി ഇറങ്ങി വരുമ്പോൾ തന്നെ നേരെ ഉച്ചയാവും. അങ്ങനത്തെ ഉള്ള അവസ്ഥയൊക്കെ ആയിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. എന്ത് ചെയ്യും? ഞങ്ങൾക്ക് കിടക്കാൻ നിവൃത്തിയില്ല. ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് അവിടെ കിടക്കാൻ നിവൃത്തിയില്ല, മക്കൾക്ക് കിടക്കാൻ നിവൃത്തിയില്ല. വേലിയേറ്റം കയറി ഇറങ്ങി ഉള്ള വീടുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കണേണ്. അതിനുവേണ്ടി ഒരു മെയിൻ്റനൻസിന് വേണ്ടി നടക്കാനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. അത്രയും ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. ഇത് പറഞ്ഞിട്ട് ഇവരെപ്പോഴും പറയുന്നത് ഈ CRZ നിയമം പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനായിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇവിടെ നെപ്റ്റ്യൂൺ പണിഞ്ഞേക്കണത് ഒരു CRZ നിയമമുള്ള, ഈ ജിഡയുടെ ഓഫീസ് നിൽക്കുന്നത് CRZ നിയമത്തിലൂടെയാണ്. അതിനാണ് അതിൽ കാണുന്ന ഈ ജിഡ ഓഫീസ് തൊട്ടടുത്താണ്. കോസ്റ്റൽ ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഓഫീസാണ് ഈ കാണുന്നത്. ഇതിലൊരു CRZ നിയമങ്ങളുമില്ല. തൊട്ടപ്പുറം കാണുന്ന പോലെ തന്നെ കെട്ടിട സമുച്ചയങ്ങളാണ്, ഫ്ലാറ്റുകളുടെ ഒരു കൂമ്പാരം ആണ് കാണുന്നത്. പുതിയ ഫ്ലാറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊന്നും ഒരു നിയമവും ഒരു രീതിയിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിന് തൊട്ടടുത്തായി കിടക്കുന്ന 280ഓളം മനുഷ്യർ ജീവിക്കുന്ന, സാധാരണക്കാരായ കൂലിവേലക്കാർ ജീവിക്കുന്ന, പാവങ്ങൾ ജീവിക്കുന്ന ആ ഐലൻഡിൽ മാത്രം ഈ പറയുന്ന പോലെ അവർക്കൊരു ഔട്ടർ ബണ്ട് നിർമ്മിക്കാൻ ഈ നിയമങ്ങളെല്ലാം തടസ്സമായി മാറുന്നു എന്നുള്ളതാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യരൊക്കെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പോലും അറിയാൻ പാടില്ലാത്ത മനുഷ്യരാണ്. ഓരോ ദിവസവും ഇവർ വന്ന് സമരത്തിന് ഇരിക്കാൻ നേരത്ത് അവരുടെ ഓരോ ദിവസവുമുള്ള അതിജീവനത്തെയാണ് അത് തടസ്സപ്പെടുത്തുന്നത്. കാരണം ഇവർ കൂലിവേലക്ക് പോയിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. വീട്ടിലേക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇതിൽ ഇടപെടൽ നടത്തേണ്ടത് ആരാണ്? എന്തുകൊണ്ടാണ് നടപടി ഇങ്ങനെ വൈകുന്നത്? അത് ഈ സാങ്കേതികത്വമൊക്കെ ചൂണ്ടിക്കാണിച്ചാണെങ്കിൽ അത് വളരെയധികം മനുഷ്യത്വരഹിതമാണ് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം കുട്ടികളും പ്രായമായവരും അടക്കം ആ സമരമുഖത്ത് കുത്തിയിരിക്കുകയാണ്. ദിവസങ്ങളായി അവരുടെ സമരം തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അധികൃതർ നടപടിയെടുക്കാത്തത്? എന്ത് സാങ്കേതികത്വമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നൊക്കെയുള്ളത് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം തന്നെയാണ്. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. രാജസ്ഥാനിൽ കുഴൽക്കിണറിൽ വീണ 5 വയസ്സുകാരന് ദാരുണാന്ത്യം. 55 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കുട്ടിയെ പുറത്തെത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് രേഷ്മ ശാന്ത അശോകനുണ്ട്. രേഷ്മ, അതീവ സങ്കടകരമായ വാർത്തയാണ്. ഈ കുഞ്ഞിനെ പുറത്തെത്തിക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു. എത്തരത്തിലായിരുന്നു സാഹചര്യം? മറ്റു വിവരങ്ങൾ? രാവിലെ തന്നെ അത്യന്തം വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും രക്ഷപ്പെടണമെന്നും ജീവിക്കണമെന്നും ആഗ്രഹിച്ച ആ കുഞ്ഞ് മരിച്ചെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരമാണ് രാജസ്ഥാനിലെ ദൌസയിൽ കലിഘാട്ട് ഗ്രാമത്തിലെ ഫാമിൽ കളിക്കുന്നതിനിടെ കുട്ടി 150 അടി താഴ്ചയുള്ള കുഴൽക്കിണറിൽ വീഴുന്നത്. കൃഷിയിടത്തിലെ തുറന്നു കിടന്ന കിണറ്റിൽ കുട്ടി അബദ്ധത്തിൽ വീഴുകയായിരുന്നു. കുട്ടിയുടെ അമ്മയുടെ മുൻപിൽ വെച്ച് തന്നെയായിരുന്നു ഈ സംഭവം നടന്നത്. പിന്നാലെ ഓപ്പറേഷൻ ആര്യൻ എന്ന് പേരിട്ട് രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. കയറും മറ്റു ഉപകരണങ്ങളും ഉപയോഗിച്ച് കുട്ടിയെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും അന്ന് ഫലമുണ്ടായില്ല. പിന്നീട് കുട്ടി 3 ദിവസം ഇത്തരത്തിൽ കുഴൽക്കിണറ്റിൽ 3 ദിവസം കിടക്കേണ്ട ഒരു ദാരുണമായ ഒരു സാഹചര്യം ഉണ്ടായി. ഒരു ബദൽ മാർഗം എന്ന നിലയിൽ കുഴൽക്കിണറിന് സമീപം 150 അടി താഴ്ചയുള്ള ഒരു തുരങ്കവും കുഴിച്ചിരുന്നു. ഇതിനിടയിൽ കുട്ടിക്ക് പൈപ്പ് വഴി ഓക്സിജൻ വിതരണം ചെയ്യുന്നുമുണ്ടായിരുന്നു. ഇത്തരത്തിൽ സാധ്യമായ എല്ലാ രീതിയിലും കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ അധികൃതർ ശ്രമിച്ചിരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന, സിവിൽ ഡിഫൻസ് ടീം എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കുട്ടിയുടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. ഒടുവിൽ ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് 55 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കുട്ടിയെ പുറത്തെത്തിച്ചു. പക്ഷേ
പക്ഷെ കുഴൽക്കിണറ്റിൽ നിന്ന് കുട്ടിയെ പുറത്തെടുത്ത സമയം കുട്ടി അബോധാവസ്ഥയിലായിരുന്നു. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ആതിര. ശരി, രേഷ്മ ശാന്ത അശോകനാണ് വിശദാംശങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.